ഇന്നത്തെ വീഡിയോ ഗോതമ്പ് പൊടി വെച്ച് ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ്. മാവ് കലക്കിയ ഉടനെ തന്നെ ചുട്ടെടുക്കാം. സൈഡ് നല്ല ക്രിസ്പിയും ഉള്ളു നല്ല സോഫ്റ്റുമായിട്ടാണ്. നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ കപ്പിന് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഇട്ട് കൊടുക്കാം. പത്തിരിക്കും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കാവുന്ന വറുത്ത അരിപ്പൊടിയാണ്. 1/2 കപ്പ് വെള്ളത്തിൽ 100 ഗ്രാം ശർക്കര പാനിയാക്കി എടുത്തതാണ്. ഒരു മിക്സിയുടെ ജാർ എടുത്ത് മിക്സ് ചെയ്ത് വെച്ച ഗോതമ്പ് പൊടിയും റവയും അരിപ്പൊടിയും തണുത്ത ശർക്കര പാനിയും നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട്. പിന്നീട് ഈ മാവിലേക്ക് 1/2 സ്പൂൺ ജീരകവും 1 സ്പൂൺ എള്ളും, അത് കറുത്തതോ വെളുത്തുള്ളോ ഏതെള്ളായാലും മതി, കഴുകിയതിന് ശേഷം അരിച്ചെടുത്തതാണ്. 1 നുള്ള് ഉപ്പും മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സോഡാപ്പൊടിയും 1 നുള്ള് പൊങ്ങുന്നതിന് വേണ്ടിയിട്ട്, പിന്നെ നെയ്യിൽ വറുത്തെടുത്ത തേങ്ങാക്കൊത്താണിത്. നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട്. മാവ് അധികം കട്ടിയാകാനും പാടില്ല, നല്ല ലൂസാവാനും പാടില്ല. ഈ ഒരു പരുവത്തിൽ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ചുട്ടെടുക്കാം. 1 കരണ്ടി മാവ് ഒഴിച്ചിട്ടുണ്ട്. പൊങ്ങി വന്നതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും വെന്തതിന് ശേഷം നമുക്കിത് കോരിയെടുക്കാം. ഞാൻ വീണ്ടും 1 കരണ്ടി കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ്. ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ മേതയ്ക്ക് ആ എണ്ണ ഇങ്ങനെ തളിച്ച് കൊടുക്കുക. എണ്ണ അതങ്ങനെ മേതയ്ക്ക് ഇങ്ങനെ അപ്പം ഇങ്ങനെ പൊങ്ങി വരും. പൊങ്ങി വരുന്നുണ്ട്. ഇനി ഒരു സൈഡ് ഒന്ന് വെന്താൽ നമുക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ഗോതമ്പ് പൊടി കൊണ്ടുള്ള നെയ്യപ്പം ഇവിടെ റെഡിയായി. ഇതിൻ്റെ പുറമേ നല്ല ക്രിസ്പിയും ഉള്ളു നല്ല സോഫ്റ്റുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.